ഹലോ ഗൈസ്, നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ലാലേട്ടന് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് ഗൈസ്, കംബാക്കിന് വേണ്ടി തിരിച്ചു പോകാൻ സമയമായെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടന്റെ അടുത്ത പാൻ ഇന്ത്യൻ കൊലത്തൂക്കായ വൃഷഭ. എന്റെ ചൂത്തി ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് ഈ സിനിമ ഒരു പീരിയോഡിക് ഡ്രാമ സിനിമയായിരിക്കുന്നതാണ്. പ്ലസ് സയൻസ് ഫിക്ഷനും ഉണ്ടാകും. ഭയങ്കര വലിയ ബഡ്ജറ്റിൽ ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റ്. അതായത് നമ്മുടെ KGF ഗരുഡ, ഷനായ കപൂർ ഉണ്ട്, ഇമ്രാൻ ഉണ്ട്, പിന്നെ നമ്മുടെ ലാലേട്ടൻ. അതിനാണ് ഒരു വിഷമമുള്ളൂ. പക്ഷേ ഈ പടം കന്നഡ പടമാണെന്ന് കുറെ പേർക്ക് അറിയില്ല. ഈ സിനിമയെ പറ്റി ഞാൻ ആദ്യം അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ലാലേട്ടന്റെ ഒരു പോസ്റ്ററിലൂടെയാണ്. ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി വീണ്ടും കംബാക്ക് അടിക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വൃഷഭം എന്ന് പറഞ്ഞ സിനിമയിലെ ടീസർ ഇറങ്ങി ഗൈസ്. ബട്ട് ഐ ആം ആക്ച്വലി സർപ്രൈസ്ഡ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ സ്കെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇറ്റ്സ് മാസീവ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് 2 കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയാണ് ഗൈസ്. ട്രെയിലറിന്റെ ഫസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഏജും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ടീസറിന്റെ അവസാനം എത്തുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഒരു ഇതും കാണിക്കുന്നുണ്ട്. പടത്തിന് ഒരു പ്രശ്നമില്ല, നല്ല ബഡ്ജറ്റിന് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് VFX ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് സെറ്റ് ഇട്ടിട്ടുണ്ട്. പോരാത്തേക്ക് നല്ല ആക്ടേഴ്സ് ഉണ്ട്. ലാലേട്ടന്റെ ഇപ്പോഴത്തെ കരിയർ പീക്ക് ടൈമുമാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ പടത്തിന്റെ ഡയറക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമ ഹിറ്റാക്കാൻ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ടറാണ്. ഈ ഡയറക്ടറിനെ നിങ്ങൾ അറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് നന്ദകിഷോർ എന്നാണ്. പുള്ളി ലാസ്റ്റ് ചെയ്ത പടം ഇതെന്നറിയാം. 2021-22 ടൈമിൽ നിങ്ങൾ ടിക്ടോക്ക് പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ പുഷ്പില അൺകൺട്രോളബിൾ ഹോണി ഗേളായ രശ്മികയും ലൂസർജിയും അഭിനയിച്ച ഉഗാറു എന്ന് പറഞ്ഞ ആ ഒരു എക്സലന്റ് ബ്രില്യൻ മൂവിയുടെ ഒരു ഡയറക്ടറാണ് ഗൈസ് ഇത്. ഓക്കെ, ഒരു ഡയറക്ടറിന്റെ ഒരു സിനിമ മോശമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ സിനിമ കൂടി നല്ലതില്ല. എല്ലാ സിനിമയും ഇജാതി വാണ ക്യാരക്ടേഴ്സും വാടക്കഥയുമാണ്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലാലേട്ടൻ പെട്ടു ഗൈസ്. പക്ഷെ എന്നാലും എനിക്കൊരു ഹോപ്പ് ഉണ്ട് ഗൈസ് ഈ സിനിമ നന്നാവുന്നത്. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ പടത്തിന്റെ ടീച്ചറാണ് നിങ്ങൾക്ക് മനസ്സിലാവും. വൃഷഭ എന്ന് പറഞ്ഞ അടിയിൽ റീബോൺ ലവ് എ ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈസ് ഡെത്ത്. അപ്പൊ ഏകദേശം ഒരു ധീര സിനിമയുടെ ഒരു ടെംപ്ലേറ്റ് പോലെയൊക്കെ, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ പീരിയഡ് ഡ്രാമ പ്ലസ് സയൻസ് ഫിക്ഷൻ, അതായത് ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ആ ഒരു പ്രസംഗത്തിൽ നടക്കുന്ന സിനിമ. മോഹൻലാൽ അഭിനയിക്കുന്നത് ആദിദേവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലാണ്. മോഹൻലാലിന്റെ ക്യാരക്ടർ ഇതിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയമണ്ട് മെർച്ചന്റ് ഗൈസ്. ആൻഡ് ആ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് അഭിനയിക്കുന്നത് ഗൈസ്. ആൻഡ് ഇയാൾക്ക് ഒരു മോൻ ഉണ്ട് ഗൈസ്. അയാളാണ് KG വർമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അഭിനയിക്കുന്നത്. ഈ സിനിമ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ റോഷൻ മേക്കയാണ്. ഇയാളാണ് ഈ സിനിമയുടെ നായകൻ. പക്ഷേ ഞാനിതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറാ? ആരെങ്കിലും കംബാക്കിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യരെ പറയും ഗൈസ്. കാരണം ഇയാളുടെ കരിയറിൽ കംബാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും ഫാൻസ്. അതായത് 2024 വരെ മലയാളം ഇൻഡസ്ട്രി അത്ര ഫേമസ് ആയിരുന്നില്ല പാൻ ഇന്ത്യൻ ലെവലിൽ. പക്ഷെ 2024 ആവേശം, മഞ്ഞുമല ബോയ്സ്, അങ്ങനെ കുറെ കിണ്ണം ക്ലാസിക് സിനിമകൾ കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുക ഗൈസ്. അപ്പോഴെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേർ ഈസ് ലാലേട്ടൻ? ഇവന്തോ മമ്മൂട്ടിയുടെ മറ്റേ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായപ്പോഴടക്കം എല്ലാവരും ചോദിക്കുന്നത് ലാലേട്ടന്റെ കത്തിക്കൽ തീർന്നു, ലാലേട്ടൻ തീർന്നു എന്നൊക്കെയാണ്. അപ്പോഴൊക്കെ ലാലേട്ടൻ എല്ലാവരും കൂടി ഊക്കായിരുന്നു. സിനിമ റിവ്യൂസും എല്ലാവരും ലാലേട്ടൻ ഊക്കി ഇല്ലാണ്ടാക്കി. ഓട്ടോക്സ് അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് താടി എടുത്തു കഴിഞ്ഞാൽ അവസ്ഥയല്ല, മുഖത്തിന്റെ ഷേപ്പ് അറിയാലോ, ആ വൃത്തികെട്ട ഷേപ്പ് പുറത്തേക്ക് കാണും. മോനെ, ഇവനോട് ഞാൻ എന്ത് ചെയ്തു? ജെൻസി പിള്ളേരാണ് മെയിൻ. അതായത് ഒരുത്തരം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ മലയാളം ഇൻഡസ്ട്രിയിൽ ആരുടെ ഫാനാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലാലേട്ടന്റെ ഫാനാണ്. അപ്പൊ ചെക്കൻ തിരിച്ചു പറയുന്നത് അയ്യാ മന്ദന്റെ ഫാനാണോ? അപ്പോഴൊക്കെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ ജെൻസി പിള്ളേരെ കാണിക്കാനെങ്കിലും ഒരു ഹിറ്റ് പ്ലീസ് ഗോഡ് പ്ലീസ്. പിന്നെ 2024 കടന്നുപോയി. ലാലേട്ടൻ ഫാൻസിനൊക്കെ ഭയങ്കര ഡിസപ്പോയിന്റിങ് ഇയർ ആയിരുന്നു. കാരണം കുറെ ബറോസ് പോലെയുള്ള കുറെ വലിയ ബോംബുകൾ ശേഷം 2025 പിന്നെ നടക്കൂല, കഴിഞ്ഞ് കഥം. സംഭവം പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരൂല. ലാസ്റ്റ് വന്ന വില്ലനാ. ഞാൻ തിരിച്ചു വരില്ലാന്നോ? എന്താ മോനെ, ഉറപ്പിക്കാവോ? അതായത് 2024 എല്ലാവരും ചോദിക്കുന്നത് ലാലേട്ടൻ എവിടെയെന്നാണ്. പക്ഷെ 2025 എല്ലാവരും ചോദിക്കുന്നത് ബാക്കിയുള്ള ആക്ടേഴ്സ് എവിടെയാണ്. ലാലേട്ടൻ എന്താണെന്ന് ജെൻസി പിള്ളേര് മനസ്സിലാക്കിയ ഒരു ഇയറാണ്. പക്ഷെ ഇയാൾക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇയാൾ നല്ല കുറച്ച് സിനിമകൾ ചെയ്യുന്നു പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകും. നമ്മൾ മുമ്പ് കണ്ടതാണ് പുലിമുരുകനൊപ്പം അതുപോലുള്ള കുറെ ക്ലാസിക് സിനിമകൾ ശേഷം ഒടിയം വന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ലാലേട്ടന്റെ കരിയർ പീക്കിലായതുകൊണ്ട് പുള്ളി വീണ്ടും ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതൊരു കന്നഡ സിനിമ. ഈ സിനിമ മോശമായിരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എക്സ്പെക്ടേഷൻ കുറച്ച് പോയാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഗൈസ്. ഇതിനെങ്ങാനും ഇനി പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു 200 കോടിക്കുള്ളതായി. അപ്പോൾ ഇത്രയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് രാത്രി വീട്ടിൽ ഉറങ്ങുമ്പോൾ ഡോറകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനലിൽ കാന്തരയുടെ വേറൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ തിരിച്ചാൽ മതി ഗൈസ്. അടുത്തൊരു കിടിലം വീഡിയോ കാണാൻ. ലവ് യു.